ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയാണെങ്കിൽ നവ്യയ്ക്ക് ആവശ്യത്തിലധികം എരിവേറ്റി കൊടുക്കുന്നുണ്ട്. നവ്യയ്ക്കാണെങ്കിൽ പുതിയ പുതിയ പ്രോജക്റ്റുകൾ കിട്ടുന്നുമുണ്ട്. അങ്ങനെ നവ്യയ്ക്ക് കിട്ടുന്ന പുതിയൊരു ആടിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് പോകാനായിട്ട് അഭിയും നവ്യയും കൂടെ ഇറങ്ങി വരികയാണ് താഴോട്ടേക്ക്. അവിടെ ഹാളിൽ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇവരെ ആരെ മൈൻഡ് ചെയ്യാതെ ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് നവ്യ ഇറങ്ങി വരുന്നത്. ഇത് കണ്ട് മുത്തശ്ശൻ അഭിയോട് ചോദിക്കുന്നുണ്ട്, അല്ലബി എങ്ങോട്ടാ കെട്ടിയും പാണ്ടൊക്കെ ആയിട്ട് എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പം അഭി പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശ, നവ്യയ്ക്ക് ഒരു ഷൂട്ടുണ്ട് ഒരു ആടിൻ്റെ, അതിന് വേണ്ടിയിട്ട് അവളുടെ കൂടെ പോവുമായിരുന്നു. ഇതോടെ കേൾക്കുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ അഭി ഇതൊക്കെ? സത്യങ്ങളൊന്നും അറിയാതെയാണ് നവ്യ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിനക്കറിയാം. പക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് നീ അവളുടെ പിന്നാലെ ഇങ്ങനെ തുള്ളുവാണോ? അവളെ പറഞ്ഞു തിരുത്തി മാറ്റാൻ വേണ്ടിന്നതിന് പകരം നീ അവളുടെ പുറകെ എല്ലാ സപ്പോർട്ടുകളും ചെയ്ത് അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുവാണോ? ഇവള് ഇങ്ങനെയുള്ള പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ പോയാൽ അത് ഈ കുടുംബത്തിന് തന്നെ നാണക്കേടല്ലേ? കഴിഞ്ഞ ദിവസം തന്നെ അവൾ അഭിനയിച്ച ആ പരസ്യത്തിൻ്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതല്ലേ? അതിൽ തന്നെ എന്തായിരുന്നു അവസ്ഥ? ഇത് കേട്ട് നവ്യ വന്ന് ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ ചെയ്ത പരസ്യത്തിന് എന്തായിരുന്നു കുഴപ്പം? പിന്നെ നിങ്ങളുടെ വീടിൻ്റെ കുടുംബ മഹിമയൊന്നും നോക്കി എനിക്കിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് പരസ്യം ചെയ്യാൻ വേണ്ടി ആര് വിളിക്കുന്നോ, എനിക്ക് കാശ് തരുന്നോ, അവിടെ ഞാൻ പോയി അഭിനയിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് നിങ്ങളാരും ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റേതായ മഹത്വമുണ്ട്. ഞാനതിൽ തൃപ്തയുമാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുറേ ആൾക്കാർ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ഇടരുത്. ഹോ, എൻ്റെ ദൈവമേ, എന്തൊരിത്, രാജഭരണം പോലെ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, എൻ്റെ ഭർത്താവാണ് അഭി. അവനാണെങ്കിൽ നിങ്ങൾ ഈ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന ഒരു ജോലി കൂടി അവൻ്റെ എടുത്ത് കളഞ്ഞു. ഇപ്പം അവനൊരു ജോലിയുമില്ലാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാനെങ്കിലും ജോലിക്ക് പോയി അതിനുള്ള ശമ്പളം മേടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം എങ്ങനെ കഴിയും? അതുകൊണ്ട് ഇതെനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട പ്രൊഫഷണലുമാണ്. ഞാൻ ഈ ജോലിക്ക് പോവുക തന്നെ ചെയ്യും. കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞും സന്തോഷത്തോടെ കഴിയുകയും ചെയ്യും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് നീ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകരുതെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു? നീ പൊക്കോ, പക്ഷേ കുറച്ചുകൂടി മാന്യമായ രീതിയിലുള്ള ഡ്രസ്സുകൾ വേണം നീ ധരിക്കാൻ. അതിൻ്റെ കൂടെ ദേവയാനിയും കൂടെ പറയുന്നുണ്ട്, നവ്യെ, നീ കൂടുതൽ മുത്തശ്ശിയോട് തിരിച്ചെതിരൊന്നും പറയേണ്ട കാര്യമില്ല. നീ അന്ന് ചെയ്തു വെച്ച പരസ്യം എന്താണെന്നും അത് നീ കണ്ടിരുന്നു. അത് മാത്രമല്ല, ആ കമ്പനി നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ എതിരായിട്ടുള്ള കമ്പനിയാണ്. അതേപോലുള്ളൊരു കമ്പനിയിൽ ഈ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ പോയി പരസ്യത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞ് അതിൽ പരം പരാജയം മറ്റെന്താണുള്ളത്? നമ്മുടെ എതിരാളികളാണ് അവർ. ദുബായിലും നമ്മളെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നവരാണ് അവർ. അതിൽ നിന്നും കയറ്റാൻ വേണ്ടിയിട്ടാണ് ആദർശ് ദുബായിലേക്ക് പോയിരിക്കുന്നത് പോലും. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയി ആ ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്ത് പരസ്യത്തിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നു. ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെ തോൽപ്പിക്കാനുള്ള ഒരു ചവിട്ടുപടി വെച്ചു കൊടുത്ത പോലെയാവും. അതിനി ആവർത്തിക്കരുത് എന്നാണ് മുത്തശ്ശി നിന്നോട് പറഞ്ഞത്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നവ്യ പറയുന്നുണ്ട്, എന്നെ ആരും കൂടുതൽ ഉപദേശിക്കാനൊന്നും വരണ്ട. അമ്മായിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദേ ഇവളുണ്ടല്ലോ, അമ്മായിയുടെ മരുമോൾ നായന, അവളോട് വേണം പറയാൻ. ഇനി എന്നെ ആരും ചട്ടയ മര്യാദകളും ഒന്നും പഠിപ്പിക്കാൻ നിൽക്കേണ്ട. ഉപദേശിച്ച് നല്ല വഴിക്ക് നടത്താനും ആരും ശ്രമിക്കേണ്ട. അതിന് വേണമെങ്കിൽ ആദ്യം അമ്മായിയുടെ മോനെ വേണം നന്നാക്കാൻ. അമ്മായിയുടെ മോൻ്റെ ഗുണങ്ങളൊന്നും എന്നെക്കൊണ്ട് വിളമ്പിക്കേണ്ട അധികം. എന്തിനാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ ഓരോന്നും പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി 1-2 പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചെന്നല്ലാതെ ഞാൻ അമ്മായിയുടെ മകൻ ചെയ്ത പോലുള്ള തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. എന്തിന് ഇത്രയും വലിയ തെറ്റ് ചെയ്ത ആദർശേട്ടനെ ആരും ഈ കുടുംബത്തിൽ ആരും തന്നെ ഒന്നും പറയാറില്ല. എന്നാൽ ചെറിയൊരു തെറ്റിന് വേണ്ടി എൻ്റെ അഭിയെ നിങ്ങൾ ജയിലിൽ വരെ കയറ്റിയില്ലേ? പലരോടും പല പ്രാവശ്യവും ഞാൻ നടന്ന് ചോദിച്ചില്ലേ അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ? അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്ന അവനെ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക കൂടി ചെയ്തില്ലേ? ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം പോറ്റണമെങ്കിൽ എൻ്റെ മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും കാണുന്നുമില്ല. അതുകൊണ്ട് ഇനി എന്നെ ആരും ന്യായീകരിക്കാനും വരണ്ട, എന്നെ ഉപദേശിക്കാനും വരണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നവ്യെ, നീ പറയുന്നതിനൊക്കെ നീ വലിയ വില കൊടുക്കേണ്ടി വരും. അവസാനം കണ്ണീരും കൈയുമായി ഇരിക്കുമ്പോൾ ഈ പറയുന്ന കുറ്റപ്പെടുത്തുന്നവർ മാത്രമേ നിനക്കൊപ്പം കാണൂ.
ഇവിടെ പലരും ഒന്നും പറയാതെ നിന്നോടൊന്നും പറയാതെ അടക്കി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണെന്നോർത്താണ്. ആ ഒരു ദയ ഇവിടെയുള്ളവർക്ക് ഒന്നില്ലാതായാൽ അതോടുകൂടി അന്ന് തീരും നിന്റെ ഈ അഹങ്കാരവും ഗർവവും ഒക്കെ. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അബിക്ക് നല്ലപോലെ പേടിയാവുന്നുണ്ട്. ഇനി എങ്ങാനും ഇവര് ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് എന്ത് ചെയ്യും എന്നോർക്കുന്നുണ്ട്. പെട്ടെന്ന് എല്ലാവരെയും ശ്രദ്ധ തിരിക്കാനെന്നോണം അബി നവിയോട് പറയുന്നുണ്ട്, മതി നവിയെ, നീ നിർത്ത്. ഇവരോടൊന്നും പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവില്ല. വാ നമുക്ക് പോകാം. ഇതൊക്കെ കേട്ടിട്ടും ജലജ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. അങ്ങനെ അബിയും നവിയും കൂടി പുറത്തേക്ക് പോവാണ്. ഈ സമയം അകത്തേക്ക് കയറിപ്പോയ ജലജയെ അവന്തിക ഫോണിൽ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അവന്തികയ്ക്കാണെങ്കിൽ നാട്ടിലേക്ക് കയറി വരിക എന്നുള്ളൊരു സന്തോഷത്തിലൂടെയൊക്കെ നിൽക്കുകയാണല്ലോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോ അമ്മേ? അബിയേട്ടനിപ്പോൾ എന്നാ പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ജലജ പറയാണ്, എന്ത് പറയാനാണ്, പിടിച്ചു നിൽക്കാൻ വേണ്ടി അബിയുടെ ഓരോ കളികൾ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. എന്തിന്, അവൻ്റെ ഭാര്യയില്ല നവ്യ, അവളിപ്പോൾ കുറേ പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അവനും പോയിരിക്കുകയാണ് അവൾക്കൊരു സഹായത്തിന് വേണ്ടി. അപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മേ? എന്തെല്ലാം പറഞ്ഞാലും നമുക്കവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള മുതൽ അവിടെ തന്നെ ഇല്ലേ? പിന്നെ എന്തിനാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മയ്ക്ക് അവളോട് പറഞ്ഞാൽ പോരെ ഇങ്ങനെയുള്ള ചിത്രത്തിലൊന്നും അഭിനയിക്കാൻ പോകണ്ട, ഉള്ളതും കഴിച്ചുകൊണ്ട് ഇവിടെ നിന്നാൽ പോരെ മതിയെന്ന്. അപ്പം ജലജ പറയാണ്, എടി അതൊക്കെ അവൻ്റെ ഒരു ഐഡിയയാണ്. ഇപ്പോൾ അവൾ ഈ പരസ്യത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഈ വീട്ടിലുള്ള സകലവരും ഇപ്പോൾ അവൾക്കെതിരാണ്. പിന്നെ അവളുടെ അനിയത്തി ഉണ്ടല്ലോ നയന, അവളുമായിട്ട് ഇപ്പോൾ ചേട്ടത്തി നവ്യ പൊരിഞ്ഞ അടിയാണ്. അവളോട് എന്തോ വാശിയുള്ളത് പോലെയാണ് നവ്യ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവ്യയുടെ കാര്യത്തിൽ ഇപ്പം ഞങ്ങളങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി ഈ കുടുംബത്തിൽ കുറേ വിള്ളലുണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ? എൻ്റെ മകൻ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് ഈ വീട്ടിലുള്ള സകലരും അറിയണം. അവരെ എല്ലാം മനസ്സും വേദനിക്കണം. അതിന് നവ്യയുടെ ഈ വഴി തന്നെയാണ് നല്ലത്. അങ്ങനെ അവൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവന് അവളെയും ഒഴിവാക്കും. ഇല്ലെങ്കിൽ നീ കണ്ടോ? അപ്പോൾ അവൻ്റെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവന് കൊള്ളാം. ഞാനിപ്പോൾ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ വന്നതിന് ശേഷം എൻ്റേതായ തീരുമാനങ്ങളൊക്കെ ഞാനും അവിടെ എടുക്കുന്നുണ്ട്. എന്താ മോളെ നിൻ്റെ തീരുമാനം? എന്തായാലും ഞാനിവിടെ നിൻ്റെ വിവാഹകാര്യത്തെപ്പറ്റി അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്. എന്തുകൊണ്ടും അനുയോജ്യമായൊരു ബന്ധം തന്നെ നിനക്ക് ഞാൻ ഉണ്ടാക്കിത്തരും. അനന്തപുരിക്കാരുടെ ഒരു പിടി മുന്നിൽ നിൽക്കുന്ന ഒരു ബന്ധം തന്നെയായിരിക്കും അത്. എന്തായാലും നിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ നല്ലൊരു വിവാഹബന്ധമാണ് നിനക്കിപ്പോൾ ആവശ്യം. അത് ഈ അമ്മ നടത്തിത്തരും എന്നൊക്കെ ജലജ പറയുകയാണ്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, എനിക്ക് വിവാഹം ആലോചിച്ചൊന്നും അമ്മ ഒത്തിരി ബുദ്ധിമുട്ടണ്ട. അതിനെപ്പറ്റി വ്യക്തമായ തീരുമാനം എനിക്കുണ്ട്. എന്താ മോളെ, എന്താ നിൻ്റെ തീരുമാനം? അമ്മയോട് പറ. അത് വേറൊന്നുമല്ലമ്മേ, ആദർശേട്ടൻ്റെ കാര്യം തന്നെയാണ്. ആദർശേട്ടനെ ഞാൻ അങ്ങ് വിവാഹം ചെയ്ത നമ്മുടെ പകുതി ഭാരങ്ങൾ അങ്ങ് ഒഴിഞ്ഞില്ലേ? പിന്നെ ഈ സ്വത്തുക്കളുടെയൊക്കെ ഉടമസ്ഥ ഞാനാവുകയല്ലേ? ഇത് കേൾക്കുമ്പോൾ ജല ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നയനെ വിവാഹം കഴിച്ചിരിക്കുകയല്ലേ ആദർശ്? അവനാണ് ഏതൊന്നും നയന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അവനെങ്ങനെ നിന്നെ വിവാഹം കഴിക്കുന്നേ? എന്തൊക്കെയാ നീ പിച്ചും പേയും പറയുവാണോ? അത് മാത്രമല്ല, നിൻ്റെ സ്വഭാവം ഒട്ടും ഇഷ്ടമല്ല. പിന്നെ അഥവാ നയനെ ഒഴിവാക്കിയാൽ തന്നെ 2 പിള്ളേർ തന്തയാണവൻ. ഒന്ന് ചന്തുമോളും ഒന്നിപ്പോൾ നയനയുടെ വയറ്റിലുള്ളതും. ഇങ്ങനെയുള്ള ഒരുത്തനെ തന്നെ നിനക്ക് വിവാഹം കഴിക്കണമെന്ന് എന്താ മോളെ ഇത്ര നിർബന്ധം? അവന്തിക്ക് അപ്പോൾ പറയാണ്, എനിക്കതിന് നിർബന്ധമൊന്നും ഉണ്ടായിട്ടല്ലമ്മേ. അവർ നമുക്ക് തരുന്ന ഓരോ പണി അനുസരിച്ച് തിരിച്ച് ഇങ്ങനെ ഒരു പണി അവർക്കിട്ട് കൊടുക്കണ്ടേ? ആ നയനെന്ന് പറയുന്നവളെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ആ ആദർശേട്ടൻ്റെ മനസ്സ് ഞാൻ കയറിക്കൂടും. പിന്നെ ഈ അനന്തപുരിയിലെ മഹാറാണിയായിട്ട് ഞാനങ്ങ് വാഴും. അതിനുശേഷം അമ്മയ്ക്കോ അബിക്കോ ഈ തറവാട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരാവശ്യം വരില്ലമ്മേ. അങ്ങനെയുള്ള ചില പ്ലാനുകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. ജലജ പറയുന്നുണ്ട്, എൻ്റെ മോള് ഇത്രയ്ക്കും ബുദ്ധിയുണ്ടായിരുന്നു. പക്ഷെ അമ്മ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല കേട്ടോ. എന്തായാലും നിൻ്റെ വിവാഹത്തിൻ്റെ കാര്യമാണ്, ആലോചിച്ചും കണ്ടും വേണം തീരുമാനമെടുക്കാൻ. നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഇതൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം ജലജ റൂമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കുകയാണ്. ജലജ ആലോചിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇനി നയനെയും കുഞ്ഞിനെയും ഒഴിവാക്കണം. എങ്ങനെയെങ്കിലും അവന്തിക അവൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടണം. ഇവിടുത്തെ മരുമകളായി അവൾ വരണം. അതിന് ആദ്യം നയനെയും കുഞ്ഞിനെയും ഒഴിവാക്കണം. എന്നാൽ മാത്രമേ അവന്തികയോട് ആദർശിനൊരു സ്നേഹമൊക്കെ തോന്നൂ.
അങ്ങനെ ആദർശിൻ്റെ ഭാര്യയായിട്ടെങ്ങാനും അവന്തിക മാറിയാൽ പിന്നെ ഈ വലിയ കൊട്ടാരത്തിലെ റാണി ഞാനും യുവറാണി അവളുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു വിലസങ്ങ് വിലസും. പിന്നെ ഈ വീട്ടിലുള്ള ആരും തന്നെ ഞങ്ങളെ ഭരിക്കാൻ വരില്ല. എന്തിന്, ദേവയാനിയേട്ടത്തെ പോലും ഇനി എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരില്ല എന്നൊക്കെയുള്ള നടക്കാത്ത സ്വപ്നങ്ങൾ ചിന്തിച്ച് കൂട്ടുവാണ് ജലജ. അതിനുശേഷം കാണിക്കുന്നത് സന്ധ്യാകാറായ സമയമാണ്. ഒരു ഇരുട്ടി തുടങ്ങിയതിന് ശേഷമാണ് നവ്യ തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. അവളുടെ കൂടെ അഭിയും ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനെയും കൊടുത്ത് ജലജയും അഭിയും കൂടെ കുഞ്ഞിനെ നോക്കി റൂമിലിരിക്കുകയായിരുന്നു. ഇത്രയും താമസിച്ചാണ് നവ്യ വന്ന് കയറുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും നയനയും എല്ലാവരും തന്നെ ഹാളിലുണ്ടായിരുന്നു. ഇത്രയും രാത്രിയായി ഒറ്റയ്ക്ക് നവ്യ ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇതെന്താ നവ്യ നീ ഇത്രയും താമസിച്ചത്? ഇപ്പോൾ സമയം എത്രയെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? എല്ലാവരും അത്താഴം കഴിച്ച് കിടക്കാനായിട്ട് പോയി. എന്തിന്, നിന്റെ അമ്മായിമ്മയും ഭർത്താവും സഹിതം റൂമിലാണിപ്പോൾ. നിന്നെ ഇതുവരെ കാണാത്തത് കൊണ്ടും എന്താ താമസിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടും മുത്തശ്ശനും മുത്തശ്ശിയും ഇതുവരെ കിടക്കാനായി പോയില്ല. നീ എന്താ ഇത്രയും താമസിക്കുന്നതെന്ന് അറിയണ്ടേ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടിയല്ലേ നീ? ഇപ്പോഴത്തെ കാലത്ത് എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതോടെ കേൾക്കുമ്പോഴത്തേനും നവ്യ പറയാണ്, എന്ത് സംഭവം ഉണ്ടാകാനാ? ഞാനെൻ്റെ ജോലി ചെയ്യാൻ പോയി. അതിനുശേഷം എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ടീം എന്നെ ഇവിടെ കൊണ്ടുവിട്ടു. അതിനിപ്പോൾ എന്താ ഇത്ര പ്രത്യേകത? ഇതുപോലെ തന്നെയല്ലേ എല്ലാ പെൺകുട്ടികളും ഇപ്പോൾ ജോലിക്ക് പോകുന്നത്? അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അതൊക്കെ നീ പറഞ്ഞത് ശരിയാ. പെൺകുട്ടികളിപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ അവരെല്ലാം ജോലിക്കും പോകുന്നുണ്ട്. പക്ഷേ നിൻ്റെ ഭർത്താവ് ഇതുപോലൊരുത്തനാ. അവൻ നിന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല. നിന്നെ ഒഴിവാക്കാൻ കാരണങ്ങൾ തേടി നടക്കുന്നവരാണ് അവൻ. അതുകൊണ്ടല്ലേ ഇത്രയും നേരം നീ വൈകിട്ടും ഒന്ന് അന്വേഷിച്ചു പോലും അവൻ വരാഞ്ഞത്. പിന്നെ ഈ വീട്ടിലാരും ഇങ്ങനെ പോയി ജോലി ചെയ്തിട്ടില്ല. അതുമല്ല, ഈ തറവാട്ടിലുള്ള പെൺകുട്ടികൾക്ക് അതിനുള്ളൊരാവശ്യം വന്നിട്ടുമില്ല. പിന്നെ മോളിപ്പോൾ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കൊരു പേടി എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്ത് ചെയ്തു എന്നാണ് നിങ്ങളൊക്കെ ഈ പറയുന്നത്? ഏത് ശത്രുപക്ഷത്തൂടെ നടന്നു എന്നാണ് പറയുന്നത്? ഓ, നിങ്ങളെ അനുസരിക്കാത്തത് കൊണ്ടായിരിക്കും അല്ലേ? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല മോളെ. നമ്മുടെ ശത്രുക്കളായ പലരും നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവരൊക്കെയാണ് മോളെ കൊണ്ട് ആ പരസ്യചിത്രത്തിൽ അഭിനയിപ്പിച്ചത്. നമ്മളോടുള്ള പകരം വീട്ടിയതാണ് അവർ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുമ്പോൾ മോൾ കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിക്കണം. രാത്രിയിലൊന്നും അധികം വൈകി വരാതിരിക്കാൻ വേണ്ടി മോൾ ശ്രമിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതോടെ കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ദേഷ്യം കൂടുകയാണ്. നവ്യ പറയുകയാണ്, ഓ, ഞാൻ കുറച്ച് താമസിച്ചെന്ന് കരുതി ഈ വീട്ടിലേക്ക് ഇപ്പോൾ വന്നു കയറാൻ പറ്റാത്ത അവസ്ഥയാണോ? ദേഷ്യത്തോടു കൂടി മുത്തശ്ശി ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, നവ്യെ, മര്യാദയ്ക്കിരുന്നോ നീ? എന്തിനാണ് ആവശ്യമില്ലാതെ നീ മുത്തശ്ശൻ്റെ ഇരിക്ക് തർക്കിക്കാൻ നിൽക്കുന്നത്? മുത്തശ്ശീനോട് തർക്കിച്ച് നേടാനും മാത്രമൊന്നും യോഗ്യതയൊന്നും നിനക്കായിട്ടില്ല. നിന്റെ ഈ അഹങ്കാരം അത്ര നല്ലതിനല്ല. ഇത്രയും വൈകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് അഭിയെ അങ്ങോട്ട് വിളിച്ചുകൂടായിരുന്നോ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും വണ്ടിയായിട്ട് ഡ്രൈവറെ അയക്കില്ലായിരുന്നോ? നിന്റെ തോന്നിവാസത്തിന് എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങിയിട്ട് ഇവിടോട്ട് വന്ന് കയറാൻ പറ്റില്ല. എന്തായാലും നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. അതൊക്കെ ഓർത്ത് പിന്നീട് നീ ചിന്തിച്ച് വിഷമിക്കേണ്ട അവസ്ഥ വരരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നവ്യ ദേഷ്യത്തോടുകൂടി തിരിച്ച് പറയുന്നുണ്ട്, നിങ്ങളാരും എന്നെ ഭരിക്കാൻ വരണ്ട. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. അനന്തപുരിയിലെ കെട്ടിലമ്മയായിരിക്കും നിങ്ങൾ എന്നും പറഞ്ഞ് ആ ഗർവം കൊണ്ട് എൻ്റെ അരികിലേക്ക് വന്നേക്കരുത്. എനിക്ക് എൻ്റേതായൊരു കാഴ്ചപ്പാടുണ്ട്. അതനുസരിച്ച് ഞാൻ പോകൂ. ആരും ഇനി പറഞ്ഞ് തിരുത്താനൊന്നും നോക്കണ്ട. എൻ്റെ അഭിയെ ഒരു ജൽപ്പുള്ളിയാക്കിയത് നിങ്ങളെല്ലാവരും കൂടാ. അന്നൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇപ്പം ആർക്കും തോന്നണ്ട. ആദർശ് ചെയ്ത് കൂട്ടി കൊള്ളരുതാഴികയെല്ലാം സഹിച്ച് ഈ കുടുംബത്തിലേക്ക് കയറ്റിയവരാണ് നിങ്ങൾ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നതിന് വേണ്ടി നിങ്ങൾ തടയാൻ ഇത്രയും സംസാരിക്കുന്നു. അതൊന്നും വേണ്ട. ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക്? ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നൂടെ എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ ചാടി എഴുന്നേറ്റ് നവ്യയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ നവ്യ പറയുന്നേ? മുത്തശ്ശിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിക്കാനും മാത്രം വളർന്നു നീ? കൊച്ചുമക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഈ മുത്തശ്ശിയോട് നിനക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നിയല്ലേ? അവൾ ജീവിച്ചു വന്ന അനുഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഇതൊന്നും അല്ല. അതെല്ലാം സഹിച്ച് ഇപ്പോഴും നിങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റിനെ ക്ഷമിച്ച്
കൊടുക്ക നിങ്ങളെ കൂടെ നിർത്ത എന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്നതാണ് ഈ മുത്തശ്ശി. അവരെയാ നീ പറയുന്നത് നൂർത്തോ? അവളുടെ മക്കൾ പോലും ഇതുവരെ അവളോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോഴാ കൊച്ചുമക്കൾ നാട്ടുകാരുടെ മുന്നിൽ പോലും അവർ പോലും ഞങ്ങളോട് ബഹുമാനത്തോടു കൂടിയാണ് ഞങ്ങളെ കാണുന്നത്. അങ്ങനെയുള്ള മുത്തശ്ശിയുടെ നേരെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും മാത്രം ആയോ? നിൻ്റെ ഈ അഹങ്കാരത്തിന് നീ അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ മറച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നീ അറിഞ്ഞ അന്നത്തോടു കൂടി തീരും. നീ ഇതിനെപ്പറ്റിയൊക്കെ ഓർത്ത് പിന്നീട് വിഷമിക്കേണ്ടി വരും എന്നിങ്ങനെ മുത്തശ്ശൻ പറയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളെപ്പോഴും പറയുന്നുണ്ടല്ലോ അബിയുടെ എന്തോ കാര്യം എനിക്കറിയാം, നിങ്ങൾക്കറിയാം, അത് പറയുമ്പോൾ ഞാനങ്ങ് സ്തംഭിച്ചു പോകുമെന്ന്. അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കാതെ നിങ്ങൾക്ക് എന്നോട് തുറന്ന് പറഞ്ഞുകൂടെ? അബിയുടെ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് എന്നൊക്കെ നവ്യയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയാണ്, ഇല്ല ചേച്ചി, അത് ചേച്ചിയോട് പറഞ്ഞ ചേച്ചി ചില അബദ്ധങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയല്ലേ എന്നൊരു പേടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിതൊന്നും ചേച്ചിയോട് പറയാത്തത്.